നാദാപുരം എന്നുള്ളത് ഇടതുമുന്നണിയുടെ ഒരു കോട്ടയാണെങ്കിൽ തൃക്കാക്കര UDFന്റെ കോട്ടയാണ്. 2011 രൂപം കൊണ്ടത് ശേഷം ഇതുവരെയും LDF ജയിക്കാത്ത മണ്ഡലമാണ്. തൃക്കാക്കരയിൽ ഇത്തവണ ഉമാ തോമസിനെതിരെ അഡ്വക്കേറ്റ് പുഷ്പ ദാസിനെയാണ് LDF ഇറക്കിയിരിക്കുന്നത്. 2020 അഖിൽ മാരാർ NDA ടിക്കറ്റിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇതാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ നിര. പല പ്രാവശ്യം ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷം പല പ്രാവശ്യം LDF ട്രൈ ചെയ്തു, UDF ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, എന്നിട്ടൊന്നും അവിടെ ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. ആ മണ്ഡലത്തിൽ ഇനി നമുക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് തന്നെ പോകാൻ തോന്നും. വലിയ ആകാംക്ഷ ഇല്ലാത്ത മണ്ഡലമാണ് എന്നെ സംബന്ധിച്ച്. തൃക്കാക്കരയിൽ ആര്? യാതൊരു സംശയവുമില്ല, ഉമാ തോമസ് 19.02 ലീഡെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിനായിരുന്നു ജയിച്ചത്. അതിന് സമാനമായ രീതിയിലേക്ക് ഉമാ തോമസ് വിജയിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അവിടെ മത്സരം വലിയ മത്സര സ്വഭാവമൊന്നുമില്ല. ഉമാ തോമസിന് കോൺഗ്രസിന് ഡീലിമിറ്റേഷനിൽ ഒരു രീതിയിലും LDFന് അനുകൂലമായി ഒരു രീതിയിലും ഘടന രൂപീകരിക്കാൻ പറ്റാത്തൊരു മണ്ഡലമാണ് കേരളത്തിൽ. എനിക്കൊന്നും കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ ആദ്യ 10 സീറ്റുകളിൽ ആദ്യ 5 സീറ്റുകളൊന്നാണ് തൃക്കാക്കര. അപ്പം ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ മന്ത്രിയും സന്നാഹങ്ങളും ഒക്കെ പോയിട്ടും വിജയിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ്. ഇത്തവണ വളരെ സുഖകരമായി ഉമാ തോമസിന് അവിടെ വിജയിക്കാൻ സാധിക്കും. 2016 NDAക്ക് ഒരു 15% വോട്ടുണ്ടായിരുന്നു. ഇത്തവണ ഇതിനകത്തൊരു കൗതുകം, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊട്ടാരക്കര പറഞ്ഞപ്പോൾ കൊട്ടാരക്കരയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന ആൾ UDF സ്ഥാനാർത്ഥിയായി, UDF സ്ഥാനാർത്ഥിയായിരുന്ന ആൾ BJP സ്ഥാനാർത്ഥിയായി, BJP സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയ അഖിൽ മാരാർ തൃക്കാക്കരയിൽ 2020 സ്ഥാനാർത്ഥിയാവും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഫാൻസ് ഇളകിയ വലിയ സിനിമ സ്റ്റൈൽ പ്രചരണമാണ് അവിടെ. അഖിൽ മാരാറിനെ സംബന്ധിച്ച് അവിടെ സിനിമ സ്റ്റൈൽ പ്രചരണവും പോസ്റ്ററും അങ്ങനെയൊക്കെയാണ്. നമ്മളൊരു സിനിമയുടെ പോസ്റ്റർ കാണുന്ന പോലത്തുള്ള പ്രചരണവും കാര്യം, പക്ഷെ അത് വോട്ടാവുന്നില്ല എന്നുള്ളതാണ്. അഖിൽ മാരാറിന്റെ പഴയ എന്തോ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ചേരില്ല എന്നൊക്കെ പറയുന്ന, അതും ഇപ്പോൾ ഇതിനിടയ്ക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും 19.2 വലിയ അഡ്വാൻറ്റേജ്, അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് മാതിരി 2022 ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് മാതിരിയുള്ള ഒരു വിജയത്തിൽ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനും സതീശനും തമ്മിലുള്ള ഒരു വാക്പോര് കഴിഞ്ഞാൽ പിന്നെ അഖിൽ മാരാരും രമേശ് പിഷാരടിയും തമ്മിലുള്ള വാക്പോരാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക്